ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഞങ്ങളിവിടെ ഇന്ന് ഇച്ചിരി കപ്പ ഉണ്ടാക്കി. അപ്പം ഞാൻ ഓർത്തു ഇച്ചിരി കപ്പയ്ക്ക് കൂട്ടാനായിട്ട് ഇച്ചിരി മുളക് ചമ്മന്തി കൂടെ ഉണ്ടാക്കാവുന്ന. അപ്പം ആ മുളക് ചമ്മന്തി ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരികയാണ്. ഇത് ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ മമ്മി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ദീപകിൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഒരു മുളക് ചമ്മന്തിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 വലിയ ഈ ടൈപ്പ് ഉള്ളിയാണ്. നിങ്ങൾക്ക് ഈ ടൈപ്പ് ഉള്ളി എല്ലാം ചെറുതാണെങ്കിൽ ഒരു 15 ഉള്ളിയോളം എടുക്കാം. അതല്ല ഒരു വലിയ സവോള ചെറുതായിട്ട് കൊത്തി ഞുറുക്കിയതാണെങ്കിലും മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കരിയാപ്പില, 1 ടീസ്പൂൺ ജിഞ്ചർ ഞാൻ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു, 1 ടീസ്പൂൺ ഗാർലിക്കും ഗ്രേറ്റ് ചെയ്തെടുത്തു, പച്ചമുളക് ഒരെണ്ണം ഈ രീതിയിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, എണ്ണ ആവശ്യത്തിന്, ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്, അതൊരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആ എണ്ണയിലിട്ട് പൊട്ടിക്കാൻ കുറച്ച് മസ്റ്റാർഡ് വേണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അത് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു ചെറിയ മൊരിഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നമുക്ക് അത്രയൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണിൽ വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പം ബാക്കി അതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് അതിനകത്തോട്ട് ഞാനിപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അത് ഇതിപ്പം മുളകൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി കുറച്ച് ആഡ് ചെയ്ത് നോക്കുക, അതിന് ഒരുപാട് പുളിയായി പോകരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ചൂടിൽ നമുക്കിതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്കിത് പാത്രത്തിലോട്ട് വിളമ്പി എടുത്തിട്ട് ഇതിന് മിച്ചമുള്ള ഇതിനകത്തോട്ട് ഞാൻ ഒരു ശകലം കൂടെ വിനാഗിരി ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കത് തൂത്തെടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒരു അല്പം നമുക്ക് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി പുളിയുടെ കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു കുറച്ചുകൂടെ വിനാഗിരി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇത് റെഡിയായി. അപ്പം നമ്മുടെ മുളക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.